ഉപജീവനം തേടി ഇറങ്ങിയ ഗഫൂറിന് ദാരുണ അന്ത്യം. മലപ്പുറം കാളികാവിൽ പുലി പിടിച്ച് കൊലപ്പെടുത്തിയ യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം അവിടുന്ന് എടുക്കുവാൻ നാട്ടുകാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഒട്ടേറെ ആടുകളെയും പട്ടികളെയുമെല്ലാം പുലി പിടിച്ചു കൊണ്ടുപോയപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും പുലിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉറപ്പ് നൽകാതെ മൃതദേഹം ഇവിടുന്ന് എടുപ്പിക്കില്ല എന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിലൂടെ അറിയിക്കുന്നത്. വന്യജീവികളുടെ ശല്യമുള്ള പ്രദേശമാണെങ്കിലും ഇങ്ങനെ വീട്ടിലിരുന്നാൽ വീട് പട്ടിണിയാകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗഫൂർ ജോലിക്ക് പോയത്. എത്ര ദയനീയ മരണമാണ് ഈ യുവാവിന് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി ജോലിക്ക് പോയ ഗഫൂറിന് സംഭവിച്ചത് തീർച്ചയായും ഗഫൂറിൻ്റെ കുടുംബത്തിന് ഒരിക്കലും സഹിക്കാനാകാത്തത് തന്നെ. പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആ പ്രതിഷേധം അറിയിക്കുവാൻ തന്നെയാണ് അവർ ഗഫൂറിൻ്റെ ഡെഡ് ബോഡി ഇതുവരെ വിട്ടു നൽകാത്തതും. ഉറപ്പ് നൽകണം, ഇനി ഒരാൾക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കുവാൻ. കാട്ടിൽ നിന്ന് നാട്ടിലേക്കിറങ്ങുന്ന പുലികളെ വെടിവെച്ച് കൊല്ലണമെന്ന് ആലോചിക്കുവാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഗഫൂർ മരണത്തിലേക്കെത്തിയത്. കടുവ പിടിച്ച് കൊലപ്പെടുത്തി ഭക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു ആടിനെയോ പശുവിനെയോ അല്ല, ഒരു മനുഷ്യജീവനെ. ഇതിന് ശക്തമായ നടപടി അത്യാവശ്യമായി വരേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഒട്ടേറെ പേർക്ക് ഇതുപോലുള്ള ദാരുണ അന്ത്യം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരും. മനുഷ്യ മാംസത്തിൻ്റെ രുചിയറിഞ്ഞ കടുവയെ തീർച്ചയായും കൊന്നു കളയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് ഇനി നാട്ടിലേക്കിറങ്ങുന്നത് മനുഷ്യനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. കാളികാവ് അടുക്കാക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗഫൂർ എന്ന യുവാവിന് ഇത്തരത്തിൽ ദാരുണ അന്ത്യം ലഭിച്ചിരിക്കുന്നത്. കാളികാവിൽ നിന്നും 5-6 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ വനപ്രദേശം. അവിടെയാണ് ഗഫൂറും സഹതൊഴിലാളികളും ടാപ്പിങ്ങിനായി പോയത്. പെട്ടെന്നാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. തുടർന്ന് കൂടെയുള്ളവരെല്ലാം ഓടിമറഞ്ഞു. ഗഫൂറിൻ്റെ കഴുത്തിന് കടിച്ച് പുലി കാട്ടിലേക്ക് മറിഞ്ഞു. തുടർന്ന് കൂടെയുണ്ടായവരാണ് ഇത്തരത്തിൽ ഗഫൂറിനെ പുലി പിടിച്ച കാര്യം പോലീസിനെ അറിയിക്കുന്നത്. റോഡുള്ള മേഖലയിൽ നിന്നും 5-6 കിലോമീറ്റർ ഉള്ളിലാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഒട്ടേറെ തിരഞ്ഞതിന് ശേഷമാണ് പകുതിയും പുലി ഭക്ഷിച്ചു കഴിഞ്ഞ ഗഫൂറിൻ്റെ മൃതശരീരം കണ്ടെടുക്കുന്നത്. ഈ പ്രദേശത്ത് ഇതുവരെ ഇത്തരത്തിൽ ഒരു മനുഷ്യനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. പല വേളകളിൽ ആടിനെയും പട്ടിയെയുമെല്ലാം പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയെങ്കിലും ഇതിനെ തുടർന്നുള്ള പരാതി നാട്ടുകാർ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ വാദം. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമില്ലാതെ ഗഫൂറിൻ്റെ മൃതശരീരം ഇവിടുന്ന് എടുപ്പിക്കില്ല എന്നുള്ള പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പുലിയെ മയക്ക് വെടിവെക്കുവാനുള്ള അനുവാദം ലഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിദാരുണമായി കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് വേണ്ടവിധ ധനസഹായം നൽകുമെന്നും. ഇതിന് മുന്നേ ഒരുപാട് പരാതികൾ ഇവിടെ പറഞ്ഞാണ്. കാരണം ഇവിടെ ആടിനെ കൊണ്ടുപോയിട്ടുണ്ട്, വീട്ടിൽ വളർത്തുന്ന പട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, വിലപിടിപ്പുള്ള ആടുകളെ പട്ടികളെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴെല്ലാം പരാതി പറഞ്ഞിട്ട് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തവണ വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ അവർ ഉറപ്പ് വന്നിട്ടുള്ളത് വെടിവെക്കാനുള്ള ഓർഡർ തരാമെന്നാണ് ഉറപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഈ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും DFOന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഉറപ്പ് പറഞ്ഞിട്ടാണ് ബോഡി ഇവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞത്.